ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫിസിക്സിൻ്റെ ഓണപ്പരീക്ഷ നാളെയാണ്. സോ നിങ്ങളെല്ലാവരും ഗംഭീരമായി തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ് എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. ഇന്ന് രാത്രി കൃത്യം 7:15 ഫിസിക്സിൻ്റെ മെഗാ മാരത്തോൺ ഉണ്ട്. നാളെ നിങ്ങൾ ചോദ്യപേപ്പറിൽ കാണാൻ പോകുന്ന ഓരോ ചോദ്യങ്ങളും നിങ്ങളെ എണ്ണി പഠിപ്പിക്കുന്ന ലൈവാണ്. സോ നിങ്ങൾ ആരും തന്നെ ഇന്നത്തെ ലൈവ് മിസ്സാക്കരുത് കേട്ടോ മക്കളെ. ഇനി അടുത്തത്, നാളത്തെ ചോദ്യപേപ്പറിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൽ ഓരോ ചോദ്യങ്ങളും എങ്ങനെയാണ് വരിക, എത്ര വെയിറ്റേജിനാണ് വരിക, ഏതൊക്കെ കാറ്റഗറിയിൽ നിന്ന് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യണം, ഏതൊക്കെ ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത് എന്ന കാര്യമാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ചോദ്യപേപ്പറിൻ്റെ ഒരു ഹാർഡ് കോപ്പി എൻ്റെ കൈവശമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ PDF കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് അനലൈസ് ചെയ്യാം കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണം മക്കളെ, സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കംപ്ലീറ്റ്ലി ഇരുന്ന് കാണുക കേട്ടോ. ഇതിൻ്റെ ഉത്തരം എവിടെ നിന്ന് ലഭിക്കും എന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം 1.5 മണിക്കൂറാണ് നമ്മുടെ പരീക്ഷാ സമയം എന്ന് പറയുന്നത്. ഈ 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എന്ത് എഴുതുന്നു എന്നതിലാണ് കാര്യം. നിങ്ങൾ എത്ര തന്നെ പഠിച്ചിട്ടുണ്ടോ, എത്ര തന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ, എത്രയോ രാത്രികൾ ഉറക്കമൊഴിച്ച് പഠിച്ചിട്ടുണ്ടോ എന്നതിൻ്റെയൊക്കെ ഫലം അറിയാൻ പോകുന്നത് നിങ്ങൾ നാളെ എഴുതാൻ പോകുന്ന 1.5 മണിക്കൂർ മാത്രമാണ്. അതിൽ നിങ്ങൾ എന്ത് എഴുതുന്നു, അവിടെ നിങ്ങൾ എന്ത് പെർഫോം ചെയ്യുന്നു എന്നതിലിരിക്കുന്നു നിങ്ങളുടെ ഓണപ്പരീക്ഷയുടെ മാർക്ക് എന്ന് പറയുന്നത്. സോ അവിടെ ബെസ്റ്റായിട്ട് നിങ്ങളുടെ ബെസ്റ്റ് പെർഫോം ചെയ്യാൻ നോക്കുക. നിങ്ങൾ മറ്റാരെ വെച്ചും നിങ്ങളെ തന്നെ കമ്പയർ ചെയ്യരുത്. നിങ്ങൾ മറ്റുള്ളവരുടെ മാർക്ക് വെച്ച് നിങ്ങളുടെ മാർക്കിനെ അനലൈസ് ചെയ്യും വേണ്ട. നിങ്ങളുടെ ബെസ്റ്റ് എന്താണോ അത് പെർഫോം ചെയ്യാൻ നാളെ എല്ലാവരും പരിശ്രമിക്കുക. അതിന് കംപ്ലീറ്റ് സപ്പോർട്ടുമായിട്ട് ഞങ്ങളുണ്ട് മക്കളെ. സോ നമുക്ക് നോക്കാം. 1.5 മണിക്കൂർ സമയം, 40 മാർക്ക്. ആദ്യത്തെ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ പ്രകാരം 1 മാർക്കിൻ്റെ ചോദ്യങ്ങളുടെ കാറ്റഗറിയിൽ കൂടുതലും MCQ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ അധികം സാധ്യതയുണ്ട്. ഒരു ചോദ്യം 4 ഓപ്ഷൻ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഇവിടെ ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ ചോദ്യം മാഗ്നിഫിക്കേഷൻ ഓറിയൻറ്റഡ് ആയ ചോദ്യമാണ്. നിങ്ങൾക്ക് ഇതേ പാറ്റേണിൽ ഒരു ചോദ്യം എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ആവർത്തനം നൽകിയിട്ട് അവിടെ ഉണ്ടാവുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്. ഇവിടെ -1 ഓറിയൻറ്റഡ് ആയ ചോദ്യമാണ്. -1 തന്നെ വരണമെന്നില്ല. ഏതു മാഗ്നിഫിക്കേഷൻ നൽകിയാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിബിംബത്തിൻ്റെ സവിശേഷത എന്താണ്, അത് റിയൽ ആണോ, വെർച്വൽ ആണോ, യഥാർത്ഥമാണോ, മിഥ്യയാണോ, അതിൻ്റെ വലിപ്പം എങ്ങനെയാണ് എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. -1 ആണെങ്കിൽ മറ്റൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഒരേ വലുപ്പത്തിലുള്ള പ്രതിബിംബം ഉണ്ടാവണമെങ്കിൽ വസ്തു വെക്കേണ്ടത് 2Fലാണ്, പ്രതിബിംബം ഉണ്ടാവുന്നതും 2Fലാണ്. സോ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യണം. അടുത്തത് സൗണ്ട് വേവ്സ് ഓറിയൻറ്റഡ് ആയ ക്വസ്റ്റ്യൻ ആണ്. സൗണ്ട് വേവ്സിൽ നിന്ന് ഉറപ്പായും ചോദ്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. സൗണ്ട് വേവ്സ് ഓറിയൻറ്റഡ് ആയ ക്വസ്റ്റ്യൻ ഇതിനകത്ത് നൽകിയിരിക്കുന്നത് ഒരു എക്സൈസ് ക്വസ്റ്റ്യൻ ആണ്. ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു എക്സൈസ് ക്വസ്റ്റ്യൻ ആണ് നൽകിയിരിക്കുന്നത്. അതായത് ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെയാണ് ചലിക്കുന്നത്, മാധ്യമമാണോ ചലിക്കുന്നത്, അതോ കണികകളാണോ ചലിക്കുന്നത്, അതോ ആ രീതിയിലൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യേണ്ട ചോദ്യമാണ്. വേവുമായി ബന്ധപ്പെട്ട് ഓപ്ഷണലായ ഇതുപോലൊരു ചോദ്യം. അടുത്തത് പവറിൻ്റെ യൂണിറ്റ്. പവറിൻ്റെ യൂണിറ്റ് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പവറുമായി ബന്ധപ്പെട്ടൊരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനും പരീക്ഷയിൽ വരും. പവറിൻ്റെ യൂണിറ്റ് എന്താണ് എന്ന കാര്യവും നിങ്ങൾ തിരിച്ചറിയണം. പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പവർ കണ്ടുപിടിക്കുമ്പോൾ ഫോക്കൽ ലെങ്ത് എക്സ്പ്രസ് ചെയ്യേണ്ടത് മീറ്ററിലാണ് എന്ന കാര്യം കൂടി എൻ്റെ മക്കൾ തിരിച്ചറിയണം. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നെക്സ്റ്റ് വൺ, 4ാമത്തെ ക്വസ്റ്റ്യൻ പ്രിസം ഓറിയൻറ്റഡ് ആയ, ഡിസ്പേർഷൻ ഓറിയൻറ്റഡ് ആയ ചോദ്യം. എന്തായാലും പരീക്ഷയിൽ 100% ഷുവറായ ചോദ്യമാണ്. ഇതും ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഒരു എക്സൈസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഒരു ലൈറ്റ് റേ ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിനെന്തൊക്കെയാണ് സംഭവിക്കുക. നമുക്കറിയാം ഡിസ്പേർഷൻ സംഭവിക്കും, ഡീവിയേഷൻ സംഭവിക്കും, റിഫ്രാക്ഷൻ സംഭവിക്കും. ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിയണം. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം, റൈറ്റ്? സോ ഇതുപോലൊരു ചോദ്യം ഉണ്ടായിരിക്കും. അടുത്ത 5ാമത്തെ റേ ഡയഗ്രാം. ഒരു കോൺവെക്സ് ലെൻസിൽ നടക്കുന്ന റേ ഡയഗ്രാം ഓറിയൻറ്റഡ് ആയ ഒരു ചോദ്യമാണ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് അല്ലെങ്കിൽ ഏതാണ് തെറ്റായിട്ടുള്ളത് എന്ന രീതിയിലൊരു ചോദ്യം ചോദിക്കാം. കോൺവെക്സ് മാത്രമല്ല, കോൺകേവും ഇതേ പാറ്റേണിൽ ചോദിക്കാം കേട്ടോ. കോൺകേവിൻ്റെ ചിത്രവും ഇതേ പാറ്റേണിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. കൃത്യമായി തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. അടുത്തത്, ഇനി നമ്മൾ 2 മാർക്കിൻ്റെ കാറ്റഗറിയിലോട്ടാണ് കിടക്കുന്നത്. 1 മാർക്കിൻ്റെ കാറ്റഗറിയിൽ 5 ചോദ്യങ്ങളാണ് വരിക കേട്ടോ. 5 ചോദ്യങ്ങളാണ് വരിക. ഇനി നമുക്ക് 2 മാർക്കിൻ്റെ കാറ്റഗറി നമുക്ക് നോക്കിയാലോ. 2 മാർക്കിൻ്റെ കാറ്റഗറി ആദ്യം തന്നെ വളരെ സിമ്പിളായ ചോദ്യമാണ്. പവറുമായി ബന്ധപ്പെട്ട ചോദ്യം. പവറുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ നേരിട്ട് ഫോക്കൽ ലെങ്ത് നൽകിയിട്ട് പവർ കണ്ടുപിടിക്കാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷെ ഇവിടെ നേരിട്ട് ഫോക്കൽ ലെങ്ത് നൽകിയിട്ടില്ല. മറിച്ച് പാരലലി വരുന്ന ലൈറ്റ് റേസ് ഒരു പോയിന്റിൽ കൺവേർജ് ചെയ്യുന്നു, അഥവാ സമാന്തരമായി വരുന്ന പ്രകാശരശ്മികൾ ഒരു പോയിന്റിൽ സംരചിക്കുന്നു എന്ന് പറയുന്നു. ആ പോയിന്റ് തന്നെയല്ലേ ഫോക്കസ്. ഫോക്കസ് എന്ന് നേരിട്ട് നൽകാതെ ഇത്തരത്തിലും നൽകിയിട്ട് അത് ഫോക്കസ് ആണ് നമ്മളോട് തിരിച്ചറിയാൻ പറഞ്ഞിട്ട് പവർ കണ്ടുപിടിക്കാൻ ചോദിക്കും. അവിടെ ഫോക്കൽ ലെങ്ത് നൽകിയിരിക്കുന്ന ദൂരം 20 സെൻറ്റിമീറ്റർ ആണ്. അതിന് മീറ്ററിലോട്ട് മാറ്റണം. സോ 20/100 ചെയ്യുക. അത്രയേ ഉള്ളൂ. അത് മനസ്സിലാക്കി കൃത്യമായി പഠിക്കുക. എളുപ്പത്തിലുള്ള ചോദ്യമാണ്. അടുത്തത് കോൺകേവ് ലെൻസിൻ്റെ പ്രതിബിംബ രൂപീകരണം. അത് കംപ്ലീറ്റ് ചെയ്യുക. ഇമേജിൻ്റെ ഫീച്ചേഴ്സ് എഴുതുക. നിസ്സാരമല്ലടാ മക്കളെ, ഒരു തരി സംശയമില്ലാലടാ മക്കളെ. അടുത്തത്
സൗണ്ട് വേവ്സ് ഓറിയന്റഡ് ആയ ക്വസ്റ്റൻ ആണ്. ഇതുപോലൊരു ചോദ്യം എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡും നമ്പർ ഓഫ് ഓസിലേഷൻസും ഒക്കെ തന്നിട്ടുണ്ട്. സിമ്പിൾ പെൻഡുലം 10 ഓസിലേഷൻ എടുക്കുന്ന സമയം നൽകിയിട്ടുണ്ട്. ടൈം പീരീഡ് കണ്ടുപിടിക്കണം, ഫ്രീക്വൻസി കണ്ടുപിടിക്കണം, ആവൃത്തിയും പീരീഡും ഒക്കെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇത്തരമൊരു ചോദ്യം പ്രതീക്ഷിക്കേണ്ടതാണ്. പരീക്ഷയിൽ വരാൻ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ളതുമാണ് കേട്ടോ. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു വെച്ചാൽ, ഒരു കപ്പലിൽ നിന്നുള്ള സിഗ്നൽ കടലിൻ്റെ അടിത്തട്ടിലോട്ട് പറഞ്ഞയക്കുവാണ്. അവിടെ തട്ടി തിരിച്ചു വരാൻ എത്ര സമയം എടുക്കുമെന്നാണ് ചോദ്യം. ഈ പറയുന്ന ആഴം നമുക്ക് നൽകിയിട്ടുണ്ട്, വേഗതയും നൽകിയിട്ടുണ്ട്. ഈസി ആയി തന്നെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്, പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് വൺ, പ്രിസം ഓറിയന്റഡ് ആയ ചോദ്യം. 100% ഉറപ്പാണ് ഇതുപോലൊരു ചോദ്യം പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യണം. ഇവിടെ പ്രിസം തലകീഴായി വെച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നിവർത്തി വെച്ചിട്ടും തലകീഴായി വെച്ചിട്ടും അവിടെ ഉണ്ടാവുന്ന കളറുകൾ ഏതൊക്കെയാണ്, അവിടെ ഏത് പ്രതിഭാസമാണ് നടക്കുന്നത്, എന്തുകൊണ്ടാണ് റെഡ് മുകളിൽ വരുന്നത്, എന്തുകൊണ്ടാണ് വയലറ്റ് താഴെ വരുന്നത്, ഇതിൻ്റെയൊക്കെ കാരണം ഉറപ്പായും പരീക്ഷകളിൽ ചോദിക്കും. എന്താണ് കോമ്പോസിറ്റ് ലൈറ്റ്, എന്താണ് സമന്വത പ്രകാശം, വൈറ്റ് ലൈറ്റിന് പകരം ഒരു പച്ച ലൈറ്റാണ് കടത്തിവിട്ടതെങ്കിൽ അവിടെ എന്ത് കളറാണ് ഉണ്ടാവുക എന്ന തരത്തിലുള്ള ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്തത് റെയിൻബോ. റെയിൻബോയും ഡിസ്പേർഷനും അല്ലാതെ മറ്റേ ചാപ്റ്ററിൽ നിന്ന്, അതായത് 3rd ചാപ്റ്ററിൽ നിന്ന് വലിയ ചോദ്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. അവയ്ക്കാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജും ഇമ്പോർട്ടൻസും നിങ്ങൾ കൊടുക്കേണ്ടത്. എന്തായാലും ചോദ്യം ഉണ്ടാവും. റെയിൻബോൻ്റെ ഒരു മഴത്തുള്ളിയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ പാത കൃത്യമായി മനസ്സിലാക്കുക. അവിടെ നടക്കുന്ന 3 പ്രതിഭാസങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത്തെ ഡിസ്പേർഷൻ ആണ്, രണ്ടാമത്തെ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്, മൂന്നാമത്തെ റിഫ്രാക്ഷൻ ആണ്. ഒന്നാമത്തെ പ്രകാശ പ്രകീർണനമാണ്, രണ്ടാമത്തെ ആന്തര പ്രതിപതനമാണ്, മൂന്നാമത്തെ അപവർത്തനമാണ് എന്ന കാര്യം തിരിച്ചറിയുക. റൈറ്റ്. അടുത്തത് ഒരു ഇമേജ് ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ 2F പുറകിലാണ് നൽകിയിരിക്കുന്നത്. ചിലപ്പോൾ 2F F ഇടയിൽ നൽകാം, അല്ലെങ്കിൽ F Oയ്ക്കും ഇടയിൽ നൽകാം. ഏതു പൊസിഷനിൽ ചോദ്യം വന്നാലും നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം. നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതിനകത്ത് ഒരു മാറ്റമില്ല കേട്ടോ. നെക്സ്റ്റ് വൺ, ഇതേപോലെ ഫോക്കൽ ദൂരം നൽകിയിട്ട്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നൽകിയിട്ട് ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. ആവർത്തനം അഥവാ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഹൈറ്റ് ഓഫ് ദി ഇമേജ്, പ്രതിബിംബത്തിൻ്റെ ഉയരം കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഉറപ്പിച്ച ചോദ്യമാണ്, പഠിക്കേണ്ട ചോദ്യമാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു വെച്ചാൽ സൗണ്ട് വേവ്സ് ഓറിയന്റഡ് ആയ ചോദ്യം തന്നെയാണ്. സൗണ്ട് വേവിൻ്റെ ഫ്രീക്വൻസി അഥവാ ആവൃത്തി നൽകിയിട്ട് അത് നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ചോദ്യം, കേൾക്കാൻ സാധിക്കുന്ന സൗണ്ട് ആണോ? അതായത് നമുക്കറിയാം, നമ്മുടെ ചെവിക്ക് കേൾക്കാൻ സാധിക്കുന്ന സൗണ്ടിനൊരു ഫ്രീക്വൻസി റേഞ്ച് ഉണ്ട്, ഒരു ആവൃത്തിയുടെ ഒരു റേഞ്ച് ഉണ്ട്. 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്. അതിന് മുകളിലുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നും അതിന് താഴെയുള്ള സൗണ്ടിനെ വിളിക്കുന്ന പേരെന്താണെന്നും അത് ആർക്കൊക്കെ കേൾക്കാം എന്ന കാര്യവും നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക. പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് വൺ, ഇതുപോലൊരു വേവ് നൽകിയിട്ട് ആ വേവിൻ്റെ ഫ്രീക്വൻസി, ടൈം പീരീഡ്, അതുപോലെ തന്നെ വേവ് ലെങ്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായി കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഫോമുലാസ് മറന്നു പോരുത്. ഫോമുലാസ് കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ, നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഡിസ്പേർഷനിൽ നിന്ന് ചോദ്യം ഉണ്ടാവും, റെയിൻബോയിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. അടുത്ത പോസിബിൾ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അവയുടെ പ്രോപ്പർട്ടീസ് അറിഞ്ഞു വെക്കുക, അവയുടെ അപ്ലിക്കേഷൻ അറിഞ്ഞു വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം 100% ഉറപ്പാണ്. വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് റേഞ്ചും അറിഞ്ഞു വെക്കുക. അതും പരീക്ഷകളിൽ ചോദിക്കാം. 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണെന്ന് എൻ്റെ ഒരു അറിവ്. അതും കൃത്യമായി പഠിച്ചു വെച്ചോ, അതിൽ നിന്നും പരീക്ഷയിൽ ചോദ്യം വരും. നെക്സ്റ്റ് വൺ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഇമേജ് ഫോർമേഷൻ. മക്കളെ, ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഇമേജ് ഫോർമേഷൻ പരീക്ഷയിൽ ചോദിക്കും. അതല്ലെങ്കിൽ അടുത്തത് ചോദിക്കാൻ സാധ്യതയുള്ളത് ടെലിസ്കോപ്പാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷയിൽ 100% ഉറപ്പാണ്. അത് 3 മാർക്കിനാണ് പരീക്ഷകളിൽ ചോദിക്കാം. 3 അല്ലെങ്കിൽ 4 മാർക്ക്. സബ് ക്വസ്റ്റ്യൻസ് കൂടി വരുവാണെങ്കിൽ 4 മാർക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട കേട്ടോ. അടുത്തത് ഇമേജ് ഫോർമേഷൻ ഓറിയന്റഡ് ആയി ഇത്തരം ഒരു ചോദ്യം ചോദിക്കാം. ഇവിടെ കോൺകേവ് ലെൻസ് ഓറിയന്റഡ് ആണ്. കോൺവെക്സ് നിന്നും സിമിലർ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു വെച്ചാൽ സിമിലർ വേ, നമ്മുടെ സ്വന്തം സൗണ്ട് വേവ്സ് ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ ആണ്. സ്പീഡ് നൽകിയിട്ടുണ്ട്, വേവ് ലെങ്ത് നൽകിയിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ആദ്യം ഫ്രീക്വൻസി കണ്ടുപിടിച്ചിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുമോ എന്ന് കണ്ടുപിടിക്കുക. ഇത്തരം സൗണ്ടിനെ വിളിക്കുന്ന പേരെന്താണെന്നും അതിൻ്റെ നമുക്ക് ഓഡിബിളായ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്താണെന്നും ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരും. പഠിക്കേണ്ടതാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ്. അടുത്തത് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു വെച്ചാൽ വേവിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നൽകിയിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇതിലേതാണ് ട്രാൻസ്വേഴ്സ് വേവ് എന്നും ഇതിലേതാണ് ലോഞ്ചിറ്റ്യൂഡൽ വേവ് എന്നും ക്യാരക്ടറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. ഇത്തരം ചോദ്യങ്ങളും പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യാം. സോ ഇതാണ് മക്കളെ ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇതേ ചോദ്യങ്ങൾ അതുപോലെ നാളത്തെ ചോദ്യ പേപ്പർ ഉണ്ടാവുമെന്ന് കണ്ണുമടച്ച് ഞാൻ പ്രിഡിക്റ്റ് ചെയ്യല്ല.
മറിച്ച് ഈ ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഓരോ ടോപ്പിക്കുകളിൽ നിന്നും ഇത്ര മാർക്കിന് വെയിറ്റേജിന് ഈ ചോദ്യങ്ങളാണ് ആദ്യം നിങ്ങൾ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഉത്തരങ്ങളൊക്കെ എവിടെ ഞങ്ങൾക്ക് ലഭിക്കും? ക്വസ്റ്റ്യൻസ് ഏകദേശം മനസ്സിലായി, ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ എവിടെ ലഭിക്കും? നിങ്ങൾ എങ്ങും പോണ്ടടാ. ഇന്ന് രാത്രി കൃത്യം 7:15 ഒരു കിടിലൻ മെഗാ മാരത്തോണുമായിട്ട് ഞാനും JK സാറും വരുന്നുണ്ട്. അതിനകത്ത് ഈ പറയുന്ന എല്ലാ ചോദ്യത്തിൻ്റെയും കൃത്യമായ ഉത്തരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തു വച്ചിട്ടുണ്ട്. എല്ലാവരും വരിക, കൂട്ടുകാരെയും കൂട്ടിയിട്ട് വരിക, ഗംഭീരമായിട്ട് പഠിക്കാം. നാളത്തെ ഓണപ്പരീക്ഷ നമ്മൾ തൂക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ തൂക്കിയിരിക്കും. മുഴുവൻ ചോദ്യങ്ങളും ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന ലൈവിൽ നിന്ന് മാത്രമായിരിക്കും. ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളിയായിട്ട് പഠിക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കുക, നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾ പെർഫോം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് കാണാമെടാ ഇന്ന് രാത്രി കൃത്യം 7:15.